Hello friends, good morning. My name is Edwin Kuriakos, first year integrated MSc Physics. So today we are going to deal with the topic about what is Coulomb's law. നമുക്ക് വിശദമായിട്ട് കൂളംസ് ലോ എന്താണെന്ന് നോക്കാം. അപ്പോൾ കൂളംസ് ലോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് ചാർജ്ഡ് ബോഡീസ് അല്ലെങ്കിൽ രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ട് വെയിൽ വെച്ചാൽ അവർ രണ്ടുപേരും എന്ത് ചെയ്യും? അവർ അട്രാക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ ഒന്നെങ്കിൽ അവർ അട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ റിപ്പല് ചെയ്യും. അതായത് ബേസിക്കലി ഇവർ രണ്ട് ചാർജസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വലിക്കും, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളും. അട്രാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിപ്പല് ചെയ്യും ഈ രണ്ട് ബോഡീസ്. ഓക്കെ, ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, രണ്ട് ചാർജഡ് ബോഡീസ്, അതിപ്പം ന്യൂട്രോണോ ഇലക്ട്രോണോ എന്ത് ചാർജഡ് ബോഡീസും ആയിക്കോട്ടെ, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തെ ഫിസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകത ഈ ഫോഴ്സ് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു ഫിസിക്സ് വരുന്നത്. അവിടെയാണ് നമ്മുടെ ഈ കൂളംസ് ലോയുടെ ഒരു പ്രാധാന്യം വരുന്നത്. അപ്പോൾ കൂളം എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് ഇത് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ കൂളം പറഞ്ഞു, ഈ ഫോഴ്സ് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണെന്നറിയുമോ? ആ ഫോഴ്സ് ഈ രണ്ട് ചാർജഡ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജഡ് ആയിട്ടുള്ള ബോഡീസ്, ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ മൾട്ടിപ്ലിക്കേഷനോട് ഇക്വലൻ്റ് ആയിരിക്കും. അതായത് Q1 മാത്രമല്ല പ്രൊപ്പോർഷണൽ, Q2 മാത്രമല്ല പ്രൊപ്പോർഷണൽ, Q1 Q2 പ്രൊപ്പോർഷണൽ അല്ല, Q1 പ്ലസ് Q2 അല്ല പ്രൊപ്പോർഷണൽ, Q1 മൈനസ് Q2 അല്ല പ്രൊപ്പോർഷണൽ, പിന്നെ എന്താണ്? Q1 ഇൻറ്റു Q2 പ്രൊപ്പോർഷണൽ. ഓക്കെ, രണ്ടുപേരുടെയും ചാർജിൻ്റെ മൾട്ടിപ്ലിക്കേഷനോടാണ് പ്രൊപ്പോർഷണൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇനി ഇത്രയേ ഉള്ളോ കൂളംസ് ലോ? ഇത്രയേ ഉള്ളോ കൂളം പറയുന്നത്? അല്ലല്ല, ഈ പറയുന്ന ഡിസ്റ്റൻസിനെ വെച്ച് പറയുന്നുണ്ട്. ഈ പറയുന്ന Q1 Q2 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അടുത്ത് വെച്ചാൽ നല്ല ഫോഴ്സ് ഉണ്ടാവും, ദൂരോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും. അപ്പം ഡിസ്റ്റൻസിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ അല്ല, മറിച്ച് ഡിസ്റ്റൻസിലോട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു കോമൺ സെൻസ്. അതായത് ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും. പക്ഷേ കൂളം ഒരു സ്റ്റെപ്പും കൂടെ പറഞ്ഞു. അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് അല്ല, മറിച്ച് ഡിസ്റ്റൻസ് സ്ക്വയറാന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ഈ ഒരു ഇക്വേഷൻ. എഫ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു 1/r². ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഈ പറയുന്ന രണ്ട് ഇക്വേഷൻസ് വെച്ച് നമുക്കൊരു പുതിയൊരു ഇക്വേഷൻ നിർമ്മിക്കാം. അതായത് എഫ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു Q1 Q2 /r². ഇതാണ് കൂളംസ് ലോ. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് പ്രപ്പോർഷണൽ ടു ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അപ്പം അതാണ് കൂളംസ് ലോ. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് കൂളംസ് ലോ. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഈ ഫോഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ വേണം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വേണം അല്ലേ? അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ആരാണ്? അതിനായിട്ടുള്ള ഇക്വേഷനാണ് എഫ് ഈസിക്കൽ ടു ആ പ്രപ്പോർഷണൽ മാറ്റിയിട്ട് നമ്മൾ ഈക്വൽ ടു ഇടുന്നു. കോൺസ്റ്റൻ്റ് ആണ് 1/4πε0 Q1 Q2/r². ഓക്കെ, ഈ പറയുന്ന എപ്സിലോൺ ഇ എന്നല്ല പറയുന്നത്, അതിന് എപ്സിലോൺ എന്നാണ് പറയുന്നത്. അതൊരു ഗ്രീക്ക് സിമ്പലാണ്. ഓക്കെ, ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ വരും. അതായത് ന്യൂട്ടൺ പഠിപ്പിച്ചു തന്ന ഒരു ഇക്വേഷൻ. ഇത് ചാർജ് മൂലമുള്ള ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഗ്രാവിറ്റി എന്നുള്ള ഫോഴ്സാണ് FG, അത് ന്യൂട്ടൺ പഠിപ്പിച്ച ഫോഴ്സ്.
ഫിസിക്കൽ ടു ജി m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇത് ന്യൂട്ടൺ പഠിപ്പിച്ചതാണ്. ന്യൂട്ടൺ രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സും ഇത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സുമാണിത്. ഈ m1 m2 എന്ന് പറയുന്ന സ്ഥാനത്ത് q1 q2 എന്നാവും. താഴെ ആർ സ്ക്വയറും 1/4πε0 സ്ഥാനത്ത് ജിയും വെച്ചു. അതായത് ബേസിക്കലി ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഈ പറയുന്ന കൂളംസ് ലോ. ന്യൂട്ടൻ്റെ ഇക്വേഷനിൽ നിന്നും ഇൻസ്പയർ ആക്കി എടുത്തേക്കുന്ന ഒരു ഇക്വേഷനാണിത്. അപ്പോൾ ε0 എന്താണ് എന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. ε0ൻ്റെ വാല്യൂ ഞാൻ ആദ്യം പറഞ്ഞത്. ε0ൻ്റെ വാല്യൂ ആണ് 8.85 × 10⁻⁻12 എന്നാണ് SI യൂണിറ്റിലെ വാല്യൂ. അതായത് ബേസിക്കലി ഇപ്പം നമ്മളൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നേരത്ത് 1/4πε0 ഇതൊരു കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പം എപ്പോഴും ഈ ഒരു വാല്യൂ 4 × പൈയുടെ വാല്യൂ 3.14 × ε0ൻ്റെ വാല്യൂ 8.85 × 10⁻12 ഇത് എപ്പോഴും ഇടാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കെ എന്ന് പറയുന്ന ഇതിനെ മൊത്തത്തിൽ ഒന്ന് എടുത്ത് കെ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതാണ് ഈ കെ എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് വാല്യൂ നമ്മൾ എടുക്കുവാണ് 1/4πε0. ഇത് മൊത്തത്തിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 4 × പൈയുടെ വാല്യൂ × വാല്യൂ 8.85 × 10⁻12 ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 9 × 10⁻9 എന്ന് പറയുന്ന വാല്യൂ. അപ്പം ഇതിൻ്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷനാണ് നമ്മളിനി എഴുതാൻ പോകുന്നത്. അതായത് F K Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഈ കെ എന്ന് പറയുന്ന ആണ് നമ്മൾ ഈ നേരത്തെ എഴുതുന്നത് 1/4πε0ൻ്റെ വാല്യൂ ആണ് നമ്മൾ കെ എന്ന് എടുത്തത്. ഈ കെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഇട്ടാൽ മതി. അതായത് 9 × 10⁻9 ആണ്. ഇത് കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, കാൽക്കുലേഷനിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് 9 × 10⁻9. അത് കെയിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു. ഇനി ആണ് നമ്മൾ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ε0 എന്താണെന്നുള്ളത്. ε0 എന്ന് പറയുന്ന ഒരു സിമ്പിളാണ്. പക്ഷേ എന്താണ് ഈ ε0 എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് എയർ അഥവാ വാക്യൂം, എയർ അല്ലെങ്കിൽ വാക്യൂം. അതായത് ഈ രണ്ട് ചാർജുകൾ എവിടെ വെച്ചിരിക്കുന്നത്, അതായത് എവിടെ വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് വെള്ളത്തിൽ വെക്കാം, എയറിൽ വെക്കാം, എവിടെ വേണമെങ്കിലും ഏത് മീഡിയത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. രണ്ട് ചാർജസ് ഏതെങ്കിലും ഒരു മീഡിയത്തിലായിരിക്കുമല്ലോ. ഇപ്പോൾ ഓരോ മീഡിയത്തിനും ഓരോ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ആ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പൽ വെച്ച് നമ്മൾ റിയലൈസ് ചെയ്തത്. ഓക്കെ, അതായത് ഈ ചാർജസിനൊരു വാക്യൂം ഉണ്ടാവും. ഇപ്പോൾ എയറിലാണെങ്കിൽ ആ എയറിനൊരു പെർമിറ്റിവിറ്റി ഉണ്ടാവും. ആ പെർമിറ്റിവിറ്റിയെ കാണിക്കുവാനായിട്ടുള്ള ഒരു സിമ്പിളായിട്ടാണ് ഈ എപ്സിലോണിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ആണ് ഞാനിപ്പോൾ പഠിപ്പിച്ചു തന്ന ഈ ഒരു വാല്യൂ 8.85 × 10⁻12. ഓക്കെ, ε0ൻ്റെ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ ε0 എന്ന് പറയുന്ന എല്ലാ മീഡിയത്തിലും പോസിബിൾ അല്ല. എല്ലാ മീഡിയത്തിലും അല്ല. ε0 എന്ന് പറയുന്നത് എയറിൽ മാത്രം പോസിബിൾ ആയിട്ടുള്ളതാണ്. അപ്പം വാട്ടറിലാണെങ്കിൽ എപ്സിലോൺ വാട്ടർ എന്നായിരിക്കും, ഓയിലാണെങ്കിൽ ഇപ്പം എപ്സിലോൺ ഓയിൽ, അങ്ങനെയൊക്കെ ആയിരിക്കും. അതിനനുസരിച്ച് മീഡിയം മാറുന്നതനുസരിച്ച് ഈ വാല്യൂ മാറും. ഇപ്പം എയറിലായതോ അല്ലെങ്കിൽ വാക്യൂത്തിലായതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ 1/4πε0 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇപ്പോൾ വേറെ മീഡിയത്തിലാണെങ്കിൽ വേറെ ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ε0ൻ്റെ SI യൂണിറ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഈ പറയുന്ന 1/4πε0 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് ε0നെ നിങ്ങൾ വേർപെടുത്തി ചെയ്യുക. അപ്പോൾ ഈ ε0 ഇരിക്കുന്ന സ്ഥാനത്ത് ഈ ഫോഴ്സ് എഫ് എന്ന് പറയുന്ന എഫ് ഇരിക്കുന്ന സ്ഥാനത്തേക്ക് നമുക്ക് ε0നെയും കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ വരുമ്പം എങ്ങനെയായിരിക്കും ഇക്വേഷൻ? ഒന്നുമില്ല, ഈ ε0 = 1/4πF Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇനി ഇതിൻ്റെ ഓരോന്ന് യൂണിറ്റ് എഴുതിക്കോ. 4πക്ക് യൂണിറ്റ് ഇല്ല. ഫോഴ്സിൻ്റെ യൂണിറ്റ് എത്രയാണ്? ന്യൂട്ടൺ. അപ്പം 1/N. ചാർജ് കൂളമാണ്, അപ്പോൾ കൂളം വരും, കൂളം സ്ക്വയർ. ഡിസ്റ്റൻസ് മീറ്റർ ആണ്, ഡിവൈഡ് ബൈ മീറ്റർ സ്ക്വയറും വരും. അപ്പം SI യൂണിറ്റ് എന്ന് പറയുന്നത് c² ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇനി നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജസ് പിയർ ഹാവിംഗ് ചാർജ് ഓഫ് 2 × 10⁻7 കൂളം ആൻഡ് 3 × 10⁻7 കൂളം പ്ലേസ്ഡ് 30 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ഇൻ എയർ. ഇതിൽ എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ രണ്ട് ചാർജസ് തന്നിട്ടുണ്ട്. ആ ചാർജസിൻ്റെ
ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷനാണ് നമ്മൾ നേരത്തെ പഠിച്ച F = 1/4πε0. അതിൽ നമുക്ക് K എന്ന് കോൺസ്റ്റൻറ്റ് K Q1 Q2 /R². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെയുടെ എടുക്കുക 1/4πε0ൻ്റെ വാല്യൂ 9 × 10⁻⁹ ഇൻറ്റു 2 × 10⁻⁻7 ചാർജിൻ്റെ മറ്റേ ചാർജിൻ്റെ വാല്യൂ 3 × 10⁻⁻7 കൂളം ഡിവൈഡഡ് ബൈ താഴെ ഡിസ്റ്റൻസ് ആണ്. അപ്പം ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഇപ്പോൾ മീറ്ററിലാണെന്ന് എഴുതേണ്ടതെന്ന കാര്യം മറക്കരുത് ആദ്യം. അപ്പം ഈ പറയുന്ന ക്വസ്റ്റിന് തന്നേക്കുന്ന 30 സെൻറ്റിമീറ്ററിന് നമുക്ക് മീറ്ററിലേക്ക് ആക്കണം. അപ്പം 30നെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 30നെ നമുക്ക് 100ലേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 / 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.3 മീറ്റർ എന്നാക്കും കിട്ടും. അപ്പം 0.3 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഡിവൈഡഡ് ബൈ 0.3 സ്ക്വയർ. ഓക്കെ.